ഹലോ കൂട്ടുകാരെ, ടീച്ചർ അമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ വീണയും സന്തോഷമൊക്കെ വിരുന്ന് വരാണ് കേട്ടോ ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക്. എല്ലാവരും നല്ല സന്തോഷമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കല്ലും കനിയും വീണയോട് കളിയാക്കി പറയുന്നുണ്ട്, നിങ്ങളെ ഇന്നലത്തെ വീഡിയോ പോലീസ് സ്റ്റേഷനിലത്തെ വീഡിയോ വൈറലായി, എല്ലാവരും ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം വീണയും അതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇതുപോലുള്ള വൈറൽ വീഡിയോസൊന്നും ഇനി ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും ഉള്ളിലേക്ക് പോയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനും പോകുന്നുണ്ട്. ഇന്നത്തെ വിരുന്നല്ല അവിടെ. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് ടീച്ചറമ്മ അതൊക്കെ അവിടെ മേലെ ഇരുന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നല്ല സന്തോഷമായിട്ട് ചിരിച്ചും കളിച്ചും കൊണ്ടായിട്ടായിരിക്കണം. പിന്നെ എല്ലാവരും അവിടെ പോയിട്ട് ഉള്ളിൽ പോയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയമ്മാവൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ ഉറക്കം വെച്ചതല്ലേ, അതുകൊണ്ട് ഇന്നിവിടെ രാത്രി ഇന്നിവിടെ താമസിച്ചിട്ട് പോവാൻ, നാളെ പോയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ വീണ പറയുന്നുണ്ട്, വലിയമ്മാവൻ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല, സന്തോഷിൻ്റെ അമ്മ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യപ്പെടുമെന്നൊന്നും അറിയില്ല പറയുന്നുണ്ട്. അതിനെന്താ കുട്ടികളെന്ന് ഒരു ദിവസമല്ല ഇവിടെ കടന്നിട്ട് നാളെ രാവിലെ പോവാം, നിങ്ങൾ രാത്രി ഫുള്ള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉറക്കം ഒഴിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വലിയമ്മാവൻ. പിന്നെ രാധ അതിൻ്റെ ഇടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീണോട് ഓരോന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. വീണോട് പറയുന്നുണ്ട്, സന്തോഷിന് ഊട്ടി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറഞ്ഞു, ഞാൻ ഊട്ടി കൊടുക്കാനുള്ള ആളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രാധയോട് പറയുന്നുണ്ട്, ഞാൻ സരസ്വതി ടീച്ചറുടെ മകളാണ്, പക്ഷേ സരസ്വതി അല്ല, ഞാൻ സരസ്വതിയെ പോലെ ഒന്നും അനുസരിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞ് രാധയോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. രാധയ്ക്ക് ഇത് കേട്ടിട്ട് വല്ലാതെ ഒരു ജാതി തോന്നുന്നുണ്ട്. രാധ പറയുന്നുണ്ട്, ആൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും എന്നോട് ധിക്കരിക്കാൻ തുടങ്ങിയെന്നൊക്കെ രാധ പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലത്തെ ടീച്ചർ അമ്മയുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.